ongoing thing. Hello friends and welcome to another class by Daily English Classroom. Daily English Classroomന്റെ SSLC വിദ്യാർത്ഥികൾക്കായുള്ള പ്രത്യേക ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളായി നമ്മൾ പല എഡ്യൂക്കേഷണൽ ഡിസ്ട്രിക്റ്റുകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ പരിചയപ്പെടുന്ന വീഡിയോസാണ് ഇതുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു 3 സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കാണുക. അതിലെങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് എഴുതേണ്ടത്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ മൊത്തം പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയാൻ പോകുന്നത് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഈ പുതിയ പാറ്റേൺ അനുസരിച്ച് നിർമ്മിച്ച 80 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ മുൻപിൽ പരിചയപ്പെടുത്താനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ച് കൃത്യമായ ഒരു ധാരണ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ക്ലാസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും SSLC പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന കൂട്ടുകാർക്കും ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്കും അവർക്കും വളരെയധികം ഉപകാരപ്രദമാകും. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം. ഒന്നാമത്തെ ചോദ്യം 6 മാർക്കിന്റെ ചോദ്യമാണ്. റീഡ് ദ എക്സെപ്റ്റ് ഫ്രം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. It was an April afternoon and the warm breezes of approaching summer had sent everyone, including grandfather, indoors. I was feeling drowsy myself and was wondering if I should go to the pond behind the house for a swim when I saw a huge black cobra gliding out of a clump of cactus and making for some cooler part of the garden. At the same time, a mongoose, whom I had often seen, emerged from the bushes and went straight for the cobra. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ പാഠമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന പാഠത്തിലെ ഒരു പാരഗ്രാഫാണ് തന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള 6 ചോദ്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, വിച്ച് സീസൺ ഈസ് മെൻഷൻഡ് ഇൻ ദി പാരഗ്രാഫ്. നമുക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് തന്നെ അതിൻ്റെ ഉത്തരം കിട്ടും. ഇറ്റ് വാസ് ദ ടൈം ഓഫ് അപ്രോച്ചിങ് സമ്മർ സീസൺ ആവുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അപ്രോച്ചിങ് സമ്മർ സീസൺ എന്ന് എഴുതാം. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് ഹാഡ് സെൻറ്റ് എവ്രി വൺ ഇൻഡോഴ്സ്. അപ്പോൾ അതിൻ്റെ ഉത്തരം വാം ബ്രീസ് ഓഫ് ദി അപ്രോച്ചിങ് സമ്മർ. വെയർ വാസ് ദ കോബ്ര മൂവിങ് ടു. ദ കോബ്ര വാസ് മൂവിങ് ടു സം കൂളർ പാർട്ട് ഓഫ് ദി ഗാർഡൻ. അടുത്ത ചോദ്യം, വെയർ ഡിഡ് ദ മംഗൂസ് എമേർജ് ഫ്രം. മംഗൂസ് എമേർജ് ഫ്രം ദ ബുഷസ്. അടുത്ത ചോദ്യം, പിക്ക് ഔട്ട് എ വേർഡ് ഫ്രം ദ പാസേജ് ദാറ്റ് മീൻസ് ഹാഫ് അസ്ലീപ്പ്. ഈ ചോദ്യം ശ്രദ്ധിക്കുക. ഇവിടെ പിക്ക് ഔട്ട് എ വേർഡ് എന്ന് പറയുമ്പോൾ ഒരു വേർഡാണ്, ഒരു വാക്കാണ് അവിടെ നിന്ന് എടുത്തെഴുതേണ്ടത്. ഏതർത്ഥം വരുന്ന വാക്കാണ് എഴുതേണ്ടത്? ഹാഫ് അസ്ലീപ്പ്. അപ്പോൾ ആ വാക്ക് ഡ്രൗസി, DROWSY. വൈ വാസ് ദ ബോയ് ഫീലിംഗ് ഡ്രൗസി. ഒരു ചോദ്യത്തിന് ഡയറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് കിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ആൻസർ മനസ്സിൽ കണ്ടുകൊണ്ട് നമ്മൾ എഴുതുക. The boy was feeling drowsy because it was the time of the hot season and everybody was staying indoors. So the boy felt drowsy. ഈ ഒരു ചോദ്യം നമുക്കറിയാം, ഇത് റീഡിംഗ് കോംപ്രിഹെൻഷനാണ്. ആ പോയത്തിൽ നിന്നുള്ള റീഡിംഗ് കോംപ്രിഹെൻഷനാണ്. അപ്പോൾ ഇവിടെ ദ ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പോയത്തിലെ വരികളാണ് തന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. They slowly into millions grew, the leaves shook in the wind, and God covered the world with shade and whispered to mankind. Upon the time of sparrow chirp, when the moths came once more, the old priest Peter Gilligan stood upright on the floor. Mavron, Mavron, the man has died while I slept in the chair. He roused his horse out of its sleep and rode with little care. He rode now as he never rode by rocky lane and fen. The sick man's wife opened the door. Father, you come again?
ഇവിടെ 5 ചോദ്യങ്ങളാണ് ഉള്ളത്. അതിൽ ആദ്യത്തെ 4 ചോദ്യം ഓരോ മാർക്കിനും, അവസാനത്തത് 2 മാർക്കിനുള്ള ചോദ്യമാണ്. വൈ ഡിഡ് ഫാദർ ഗില്ലിഗൻ റോഡ് വിത്ത് ലിറ്റിൽ കെയർ? അപ്പോൾ ഈ ഒരു ചോദ്യം എഴുതുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആ പോയത്തിലെ വരികൾ അതുപോലെ എടുത്തെഴുതിയല്ല ചെയ്യുന്നത്. നമ്മൾ അതൊരു സെൻറ്റൻസ് ആക്കി കാര്യങ്ങൾ പറയുകയാണ് വേണ്ടത്. ഫാദർ ഗില്ലിഗൻ റോഡ് വിത്ത് ലിറ്റിൽ കെയർ ബിക്കോസ് ഹി വാസ് വറീഡ് അബൌട്ട് ദ സിക്ക് മാൻ. ഹി വാണ്ടഡ് ടു ഡു the last rites of the man. So he was very much tensed and rode with little care. Question number 8. Who opened the door to the father? The sick man's wife. Pick out an example of alliteration from the given lines. ഈ ചോദ്യത്തിലെ alliteration എഴുതാൻ വേണ്ടിയിട്ടാണ്. Alliteration നമുക്കറിയാം, repetition of the same sound. അത് അലിട്രേഷനും അസൊണൻസും രണ്ടും റെപ്പറ്റീഷൻ ഓഫ് സൗണ്ട്സ് ആണ്. അത് വവൽ സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അസൊണൻസ് ആണ്. എന്നാൽ ഒരു കൺസണൻറ്റ് സൗണ്ടാണ് റിപ്പീറ്റ് ചെയ്യുന്നതെങ്കിൽ അത് അലിട്രേഷനാണ്. അപ്പോൾ ഇവിടെ അലിട്രേഷൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ വരി എഴുതാം. മാവ്രോൺ മാവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ്. ഈ വരിയിൽ എം എന്നുള്ള ലെറ്റർ അതുണ്ടാക്കുന്ന മ എന്നുള്ള ശബ്ദം 3 തവണ അടുപ്പിച്ച് ഉപയോഗിച്ചിരിക്കുന്നു. മാവ്രോൺ മാവ്രോൺ ദ മാൻ ഹാസ് ഡൈഡ്. മാവ്രോൺ മാവ്രോൺ മാൻ. ആ 3 വാക്കുകളുടെയും അടിയിൽ ആ എം എന്നുള്ള ലെറ്ററിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്യുക കൂടി ചെയ്യുക. 10ാമത്തെ ചോദ്യം. വാട്ട് ഈസ് മെൻ ബൈ അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചെർപ്പ്? അപ്പോൺ ദ ടൈം ഓഫ് സ്പാരോ ചെർപ്പ് is referring to the time in the morning when the birds started chirping. What was the reaction of Father Gilligan when he woke up the next morning? Why did he react so? ഇവിടെ 2 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, what was the reaction of Father Gilligan when he woke up the next morning? 2ാമത്തെ ചോദ്യം, why did he react so? അപ്പോൾ നമ്മൾ 2 കാര്യങ്ങളും എഴുതണം. 2 മാർക്കിൻ്റെ ചോദ്യമാണ്. He was very much worried about the sick man and he was very upset. Any, why did he react so? Because it was his duty to perform the rites of the person. It was his duty to give the last communion to the dying man, and he failed in doing his duty, so he was very much worried. 12ാമത്തെ ചോദ്യം നമുക്കറിയാം. Read the following lines from the poem, lines written in early spring, and prepare a note of appreciation focusing on its theme, imagery and other poetic devices. ഇത് 6 മാർക്കിൻ്റെ ഈ പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനുള്ള ചോദ്യമാണ്. തന്നിരിക്കുന്ന വരികൾ കൃത്യമായി വായിച്ചു നോക്കുക. അതിലുപയോഗിച്ചിട്ടുള്ള പോയറ്റിക് ഡിവൈസസ് പ്രത്യേകം സ്ട്രെസ് ചെയ്ത് എഴുതുക. Read the lines from the poem The Ballad of Father Gilligan and prepare a note of appreciation focusing on its theme, imagery and other poetic devices, again for 6 marks. അപ്പോൾ ഇവിടെ ഈ ഒരു ബാലഡ് ഓഫ് ഫാദർ ഗില്ലിഗൻ എന്ന പോയത്തിൻ്റെ അപ്രീസിയേഷൻ എഴുതാനുള്ള 6 മാർക്കിൻ്റെ ചോദ്യമാണ്. തന്നിരിക്കുന്ന വരികളിൽ ഉപയോഗിച്ചിട്ടുള്ള മറ്റ് പോയറ്റിക് ഡിവൈസസും പ്രത്യേകം എടുത്തെഴുതുക. അടുത്ത ചോദ്യം അൺഫെമിലിയർ പാസേജ് ആണ്. Read the passage given below and answer the questions that follow. Good manners are not inherited, nor do they come naturally to intelligent people. They must be learnt and practiced. They are based upon the concept of consideration for others. They are easy to acquire, and there is nothing more profitable. Good manners are very important in every walk of life. There is no particular place or time when a person would show or begin his elementary courtesy. Courtesy, etiquette, and manners are tools that one should always carry with oneself wherever one goes. The first step to success lies in treating the people as courteously as we wish to be treated. അപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ നമുക്ക് തന്നിട്ടുള്ള ചോദ്യങ്ങൾ. What do you mean by good manners? How are they acquired? 2 മാർക്കിൻ്റെ ചോദ്യമാണ്. Good manners are how we treat other people, and it is formed from the concept of consideration for others. And ഇനി 2ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് നമുക്കിങ്ങനെ എഴുതാം. Good manners are to be learnt and practiced.
രണ്ടാമത്തെ ചോദ്യം, വിച്ച് ആർ ദ ടൂൾസ് ദാറ്റ് വൺ ഷുഡ് ക്യാരി വിത്ത് വൺ സെൽഫ്? അതിൻ്റെ ഉത്തരം നമുക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് തന്നെ കിട്ടും. courtesy, etiquette and manners are the tools that one should always carry with oneself. അടുത്ത ചോദ്യം, pick out a word from the passage that means derived from parents or ancestors. അപ്പോൾ ഈ അർത്ഥം വരുന്ന ഒരു വാക്കാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇൻഹെറിറ്റഡ് എന്നുള്ള വാക്കാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരിക. INHERITED, inherited. What do you think about the first step to success? The first step to success is in treating people with courtesy as we wish to be treated. അടുത്ത ചോദ്യം, give a suitable title to the passage. അപ്പോൾ നമുക്ക് ഇതിനൊരു തലക്കെട്ട് കൊടുക്കുക. അപ്പം നമുക്കിവിടെ ഗുഡ് മാനേഴ്സ് എന്നുള്ള ഹെഡിങ് കൊടുക്കാം. അടുത്തത് 7 മാർക്ക് വീതമുള്ള 5 ചോദ്യങ്ങളാണ്, എസ്സേ ചോദ്യങ്ങളാണ്. 120 വേർഡ്സിലാണ് എഴുതേണ്ടത്. പല കുട്ടികളും ചോദിച്ചിട്ടുണ്ടായിരുന്നു 120 വേർഡ്സ് എന്ന് പറഞ്ഞാൽ എത്ര എഴുതണമെന്ന്. ഏകദേശം ഒരു പേജിൻ്റെ ഒരു സൈഡ് കംപ്ലീറ്റും മറ്റേ സൈഡ് പകുതിയും വരെ നമുക്ക് എഴുതണം. എസ്സേ ആണെങ്കിൽ നല്ല 80 മാർക്കിൻ്റെ ചോദ്യമാണെങ്കിൽ ഒരു 1/4 ഭാഗം, മാക്സിമം ഒരു പേജിൻ്റെ ഒരു സൈഡ്, അത്രയും നമുക്ക് ആവശ്യമുള്ളൂ. എന്നാൽ 50 വേർഡ്സ് എന്ന് പറയുമ്പോൾ ഒരു പേജിൻ്റെ പകുതി ഭാഗം, അത് ഏകദേശം ഒരു ധാരണ നമ്മൾ മനസ്സിൽ വെക്കണം. അപ്പോൾ 19ാമത്തെ ചോദ്യം, ഇമാജിൻ ദാറ്റ് യു ആർ ദ യങ് മാൻ ഇൻ ദ സ്റ്റോറി, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ്, നറേറ്റ് ദ സ്റ്റോറി ഇൻ യുവർ ഓൺ വേർഡ്സ്. അപ്പോൾ ആ ഒരു ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഒരു നറേഷനാണ്, നിങ്ങളാണ് ആ കഥ പറയുന്നത്. അപ്പോൾ ഇതൊരു നറേഷൻ ചെയ്യാനുള്ള ഒരു ചോദ്യമാണ്. 20ാമത്തെ ചോദ്യം, ഇമാജിൻ യു ആർ വൺ അമംഗ് ദ സ്പെക്ടേറ്റേഴ്സ് ഹു വാസ് പ്രസൻറ്റ് ഓൺ ദ ഷൂട്ടിംഗ് ലൊക്കേഷൻ അറ്റ് നോട്ടൺഗ്രാം ആൻഡ് വിറ്റ്നസ് ദ ഹോൾ ഇൻസിഡൻറ്റ്, നറേറ്റ് ദ ഹോൾ ഇൻസിഡൻറ്റ് ടു യുവർ ഫ്രണ്ട് ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇത് വീണ്ടും ഒരു നറേഷൻ്റെ ചോദ്യമാണ്. അടുത്ത ചോദ്യം, ദ ഹോമിയോപ്പത്ത് ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ ആഫ്റ്റർ ഹിസ് ടെറിബിൾ എക്സ്പീരിയൻസ് വിത്ത് ദ സ്നേക്ക് നറേറ്റ്സ് ദ ഹോൾ ഇൻസിഡൻറ്റ് ടു ഹിസ് ഫ്രണ്ട്, പ്രിപ്പയർ ദ ലൈക്ലി നറേറ്റീവ്. അപ്പോൾ ഇത് ഹോമിയോപ്പത്ത് ഈ ഒരു നടന്ന കാര്യം നറേറ്റ് ചെയ്യുന്നതായിട്ടാണ്. അതിൻ്റെ ഹിൻസൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഹിൻസൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു നറേഷനാണ് ഇവിടെ എഴുതേണ്ടത്. ഹിൻസ് മാത്രമായിട്ട് നമ്മൾ എഴുതി വെക്കരുത്. അത് ആ കാര്യങ്ങളൊക്കെ അതിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണെന്നുള്ള ഒരു സൂചനകൾ മാത്രമാണ് ഈ ഹിൻസ് എന്ന് പറയുന്നത്. 22ാമത്തെ ചോദ്യം, ദ ബോയ് വാസ് thrilled to see the fight scene between the mongoose and the cobra. Imagine that you are the boy in the story. Adventures in a banyan tree. Narrate the fight scene. ഫൈറ്റ് സീൻ്റെ നറേഷൻ എഴുതാനാണ്. അതിനും ഹിൻസ് ഇവിടെ തന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം, സത്യജിത്ത് റായ് ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ഹാഡ് ടു ഷൂട്ട് സീൻസ് ഇൻവോൾവിംഗ് ദ ടൈഗർ ട്വൈസ് അറ്റ് നോട്ടൺഗ്രാം ആൻഡ് ബോറാൻ. റായ് ഡിസ്ക്രൈബ്സ് ദ ഷൂട്ടിംഗ് അറ്റ് ബോത്ത് ദീസ് പ്ലേസസ്, ഹൗ ഇറ്റ് വുഡ് ബി. അപ്പോൾ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷനാണ് എഴുതേണ്ടത് ഈ 2 സ്ഥലത്ത് നടന്ന ഷൂട്ടിങ്ങിനെ പറ്റി. ഇനി 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. നമ്പർ 24, പ്രിപ്പയർ എ പ്രൊഫൈൽ ഓഫ് ആർച്ചിബാൾഡ് ജോസഫ് ക്രോണിൻ അല്ലെങ്കിൽ AJ ക്രോണിൻ യൂസിങ് ദ ഹിൻസ് ഗിവൺ ബിലോ. അപ്പോൾ നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഹിൻസൊക്കെ ഡെവലപ്പ് ചെയ്ത് ഫുൾ സെൻറ്റൻസുകളാക്കി നമ്മൾ എഴുതി ഒരു പ്രൊഫൈൽ എഴുതാനുള്ള ഒരു ചോദ്യമാണ്. 25ാമത്തെ ചോദ്യം, ആഫ്റ്റർ ആൻ അവേഴ്സ് strenuous effort, Dr. AJ Cronin was able to bring the young man back to life. Mr. John and the doctor had a conversation in which Mr. John narrated his story to the doctor. അപ്പോൾ ഇവിടെ 2 ആളുകൾ തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു നിർദ്ദേശം, റൈറ്റ് അറ്റ്ലീസ്റ്റ് 6 എക്സ്ചേഞ്ചസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 6 എക്സ്ചേഞ്ചസ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത്രയും തന്നെ എഴുതുക. കാരണം ഓരോ എക്സ്ചേഞ്ചിനും ഓരോ മാർക്ക് വീതമായിരിക്കും അലോട്ട് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് ഒരു എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരാളൊരു കാര്യം പറഞ്ഞു, മറ്റേ ആൾ അതിനുള്ള മറുപടി പറഞ്ഞു. ഇത് രണ്ടും കൂടി ചേരുമ്പോൾ അല്ലെങ്കിൽ 2 ലൈനാണ് ഒരു എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 12 വരി ഉണ്ടാവണം. 6 എക്സ്ചേഞ്ച് എന്ന് പറയുമ്പോൾ മിനിമം അത്രയും ഉണ്ടാവണം. അടുത്ത ചോദ്യം, മിസ്റ്റർ ജോൺ ഷെയർസ് ദ എക്സ്പീരിയൻസ് ഓഫ് ഹിസ് ഇവൻറ്റ്ഫുൾ വോയേജ് ടു ഹിസ് ഫ്രണ്ട്, പ്രിപ്പയർ ദ ലൈക്ലി ലെറ്റർ. അപ്പം മിസ്റ്റർ ജോൺ തൻ്റെ സുഹൃത്തിന് എഴുതുന്ന ഒരു ലെറ്ററാണ് ഇവിടെ എഴുതേണ്ടത്. 27ാമത്തെ ചോദ്യം, പ്രിപ്പയർ എ കോൺവെർസേഷൻ ബിറ്റ്വീൻ ഹോമിയോപ്പത്ത് ആൻഡ് ഹിസ് ഫ്രണ്ട് ആഫ്റ്റർ ഹിസ് എൻകൗണ്ടർ വിത്ത് ദ സ്നേക്ക്. ഇവിടെയും 6 എക്സ്ചേഞ്ച് എഴുതാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ഹോമിയോപ്പത്തും അദ്ദേഹത്തിൻ്റെ സുഹൃത്തും തമ്മിലുള്ള കോൺവെർസേഷനാണ് എഴുതേണ്ടത്. 28ാമത്തെ ചോദ്യം, man's life is shaped by the surroundings in which he lives. Imagine you are asked to deliver a speech in the school assembly on this topic. Prepare the speech in the light of the story, the best investment I ever made. ഇത് ഒരു സ്പീച്ച് എഴുതാനുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതം അയാളുടെ ചുറ്റുപാടുകളെ ആശ്രയിച്ചിരിക്കുന്നു എന്നുള്ള വിഷയത്തെ ആസ്പദമാക്കി ഒരു സ്പീച്ചാണ് ഇവിടെ ചെയ്യേണ്ടത്. അത് നമുക്ക് ഈ ഒരു പാഠവുമായിട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇവിടെ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡിലെ മിസ്റ്റർ ജോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു സ്പീച്ച് എഴുതുക.
ഇനി 5 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്, 60 വേർഡ്സിൽ എഴുതേണ്ട ചോദ്യങ്ങളാണ്. 29ാമത്തത് പ്രിപ്പയർ എ പോസ്റ്റർ ഓൺ ദ തീം കൺസർവേഷൻ ഓഫ് നേച്ചർ. അപ്പോൾ ഒരു പോസ്റ്റർ തയ്യാറാക്കാനുള്ള ചോദ്യമാണ്. 30ാമത്തെ ചോദ്യം യു ആർ ദ സ്റ്റാഫ് റിപ്പോർട്ടർ ഓഫ് എ ലീഡിംഗ് ലോക്കൽ ടെയിൽ. യു ആർ ആസ്ക്ഡ് ടു ഇൻ്റർവ്യൂ മിസ്റ്റർ ജോണസ് ഹു വൺ ദ ഐക്കൺ ഓഫ് യൂത്ത് അവാർഡ്. പ്രിപ്പയർ എ ക്വസ്റ്റ്യനെയർ ഫോർ ദി ഇൻ്റർവ്യൂ. അപ്പോൾ ഇവിടെ കുറച്ച് ഇൻ്റർവ്യൂവിനുള്ള ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ലിസ്റ്റാണ്. അപ്പോൾ നിങ്ങളിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയാൽ മതിയാവും. 31ാമത്തെ ചോദ്യം ദ ഫിലിം ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു ഓർഗനൈസ് എ ഫിലിം ഫെസ്റ്റിവൽ ഇൻ കണക്ഷൻ വിത്ത് ദ ഡെത്ത് ആനിവേഴ്സറി ഓഫ് സത്യജിത് റായ്. ആസ് എ സെക്രട്ടറി ഓഫ് ദ ക്ലബ് യു ആർ ആസ്ക്ഡ് ടു പ്രിപ്പയർ എ നോട്ടീസ് ഇൻഫോമിംഗ് ദ സ്റ്റാഫ് ആൻഡ് ദ സ്റ്റുഡൻസ് ഓഫ് ദ പ്രോഗ്രാം. പ്രിപ്പയർ ദ ലൈക്ലി നോട്ടീസ്. അപ്പോൾ നിങ്ങൾ ഫിലിം ക്ലബിൻ്റെ സെക്രട്ടറിയാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച്, ഒരു ഫിലിം ഫെസ്റ്റിവലിനെ കുറിച്ച് നിങ്ങളൊരു നോട്ടീസ് എഴുതി തയ്യാറാക്കുകയാണ്. അപ്പോൾ ഇതൊരു നോട്ടീസ് എഴുതാനുള്ള ചോദ്യമാണ്. 32ാമത്തെ ചോദ്യം ദ ബോയ് വാസ് വെരി മച്ച് ത്രിൽഡ് ബൈ ഹിസ് അക്വൈൻറ്റൻസ് വിത്ത് ദ സ്ക്യൂറൽ. ഇറ്റ് വാസ് ഗ്രേറ്റ് ബോണ്ട് ഓഫ് ഫ്രണ്ട്ഷിപ്പ്. ഇഫ് ഹി സ്ക്രിബിൾ ഡൗൺ അബൌട്ട് ഹിസ് എക്സ്പീരിയൻസ് ഇൻ ഹിസ് ഡയറി ഹൗ വുഡ് ഇറ്റ് ബി. അപ്പോൾ സ്ക്രിബിൾ ഡൗൺ എന്ന് വെച്ചാൽ എഴുതുക എന്നാണ് അർത്ഥം. അപ്പോൾ ഇവിടെ ആ കുട്ടിയുടെ ഡയറി എഴുതാനുള്ള ചോദ്യമാണ്. 33ാമത്തെ ചോദ്യം റൈറ്റ് എ പാരഗ്രാഫ് ഓൺ ദി എലമെൻറ്റ് ഓഫ് ഹ്യൂമർ ഇൻ ദ സ്റ്റോറി ദ സ്നേക്ക് ആൻഡ് ദ മിറർ. സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന സ്റ്റോറിയിലെ ഉപയോഗിച്ചിരിക്കുന്ന തമാശകളെക്കുറിച്ച്, ഹ്യൂമറിനെ കുറിച്ച് എഴുതാനാണ്. 34ാമത്തെ ചോദ്യം After being saved from the suicide attempt, Mr. John S. became a new man. He started to work for the welfare of the derelict adolescent from the juvenile courts. He composed an email to the Youth Welfare Authority requesting their support to place them in a healthy environment. Draft the email. അപ്പോൾ ഇതൊരു ഇമെയിൽ എഴുതാനുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ നമ്മൾ ലെറ്ററൊക്കെ എഴുതുന്ന പോലെ തന്നെ ആ ബോഡി അതുപോലെ തന്നെ എഴുതുക. പിന്നെ ഇമെയിലിൻ്റെ കുറച്ച് ഫോർമാറ്റ് ഉണ്ട്. ആ ഒരു ഫോർമാറ്റ് അനുസരിച്ച് ഫസ്റ്റിലുള്ള മെയിൽ അഡ്രസ്സ് കാര്യങ്ങൾ, അതുപോലെ അറ്റാച്ച്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ഒക്കെ എഴുതിയിട്ട് ആ ഒരു ഫോർമാറ്റിൽ തന്നെ നമ്മൾ ഈ മാറ്റർ എഴുതി അയക്കുക. ലെറ്റർ തന്നെയാണ്, പക്ഷേ ഇമെയിലിൻ്റെ ഒരു ഫോർമാറ്റിൽ അയക്കുന്നതെന്ന് മാത്രം. ഇനി 35ാമത്തെ ചോദ്യം boy in the story adventures in a banyan tree is enchanted by nature and he loves to live in harmony with nature. Prepare a character sketch of the boy. ഇപ്പോൾ കുട്ടിയുടെ ക്യാരക്ടർ സ്കെച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. 36ാമത്തെ ചോദ്യം the English club of your school has decided to prepare and stage a play based on the story Snake and the Mirror by Vaikam Muhammad Bashir. You are asked to make an announcement before the play. Prepare the script of your announcement. അപ്പോൾ ഇതൊരു അനൗൺസ്മെൻറ്റ് എഴുതാനുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു സ്റ്റോറിയെക്കുറിച്ച്, സ്നേക്ക് ആൻഡ് ദ മിറർ എന്ന സ്റ്റോറിയെക്കുറിച്ചും അതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനൊക്കെയുള്ള എഴുതുന്ന രീതിയിൽ ഒരു അനൗൺസ്മെൻറ്റ് നടത്തുക. അപ്പോൾ അവിടെ വേദിയിലുള്ള ആളുകളെ ഒക്കെ ഒന്ന് സൂചിപ്പിക്കുന്നത് വളരെ നന്നാവും. അപ്പോൾ പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു അനൗൺസ്മെൻറ്റ് എഴുതാനുള്ള ചോദ്യമാണ്. 37ാമത്തത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആൻഡ് ദ മാൻ ഹു ബ്രോട്ട് ട്രെയിൻഡ് റേവൻസ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. 5 എക്സ്ചേഞ്ച് മിനിമം എഴുതുക. അപ്പോൾ ഈ ഒരു ചോദ്യം വിഷ്വൽ ക്ലൂവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. റീഡ് ദ ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ. ഇവിടെ നമുക്ക് വിഷ്വൽ ക്ലൂ ആയിട്ട് കുറച്ച് ന്യൂസ് പേപ്പർ ഹെഡ്ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. 1ാമത്തെ ഹെഡ്ലൈൻ സൈബർ ഫ്രോഡ്സ് ന്യൂ ഹബ് ഫ്രം ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ടു ഫിഷിംഗ് അറ്റാക്സ് ആൻഡ് സോഷ്യൽ മീഡിയ സ്കാംസ്. 2ാമത്തെ ഹെഡിങ് ബാറ്റിംഗ് വേവ്സ് നോ ബോൾസ് ആൻഡ് മിസ് ഫയറിംഗ് ബൗളേഴ്സ് ഫാക്ടേഴ്സ് വിച്ച് ലെഡ് ടു ഇന്ത്യാസ് ലൂസ് ഇൻ ചെന്നൈ. 3ാമത്തെ ഹെഡ്ലൈൻ രാജീവ് കപൂർസ് ലാസ്റ്റ് റൈറ്റ്സ് പെർഫോംഡ് അറ്റ് ചേംബൂർ ക്രിമിറ്റോറിയം. ദ വെറ്ററൻ ആക്ടർ പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 58. 4ാമത്തത് ഉത്തരാഖണ്ഡ് ഫ്ലഡ് എ മാസീവ് ഗ്ലേഷ്യൽ ബേസ്റ്റ് ട്രിഗേർഡ് എ ഫ്ലഡ് ഇൻ the state's Chamoli district. 5ാമത്തെ headline Hyderabad man fined ₹62,000 for cutting old neem tree. Verdict from Supreme Court to ensure nature protection. 6ാമത്തെ news hit and run case, 2 killed when their bike collided against a speeding Mercedes car in Navi, Mumbai. അപ്പോൾ ഈ 6 പ്രധാനപ്പെട്ട തലക്കെട്ടുകളാണ്, വാർത്തകളുടെ തലക്കെട്ടാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോ ചോദ്യവും വായിച്ച് അതിൻ്റെ കൃത്യമായ ഉത്തരം എഴുതുക. 1ാമത്തെ ചോദ്യം വിച്ച് ഹെഡ്ലൈൻ ഈസ് റിലേറ്റഡ് ടു എ ഡെത്ത്. മരണത്തെക്കുറിച്ച് പറയുന്ന വാർത്ത ഇതിൽ ഏതാണ്? അപ്പോൾ ഇവിടെ 3ാമത്തെ ന്യൂസാണ് രാജീവ് കപൂർസ് ലാസ്റ്റ് റൈറ്റ്സ് പെർഫോംഡ് അറ്റ് ചേംബൂർ ക്രിമറ്റോറിയം. The veteran actor passed away at the age of 58. ഇതാണ് മരണത്തെക്കുറിച്ചുള്ള വാർത്ത. അടുത്ത ചോദ്യം 39ാമത്തെ ചോദ്യം ദ ഹെഡ്ലൈൻ ദാറ്റ് ഈസ് റിലേറ്റഡ് ടു എ റോഡ് ആക്സിഡൻറ്റ് ഈസ് ഡാഷ്. അപ്പോൾ ഏത് ഹെഡ്ലൈനാണ് റോഡ് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹെഡ്ലൈൻ?
അപ്പോൾ ഇവിടെ ആറാമത്തെ ഹെഡ്ലൈനാണ് ഹിറ്റ് ആൻഡ് റൺ കേസ് 2 killed when their bike collided against a speeding Mercedes car in Navi, Mumbai. ഇനി 40ാമത്തെ ചോദ്യം ദ ഹെഡ്ലൈൻ ദാറ്റ് ഡിസ്റ്റർബ്സ് ദ മൈൻഡ് ഓഫ് ആൻ എൻവയൺമെൻറ്റലിസ്റ്റ്. ഇത് ഒരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അതായത് ഒരു പ്രകൃതി സ്നേഹിയെ വിഷമിപ്പിക്കുന്ന ഒരു ഹെഡിങ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പ്രകൃതിയുമായി ബന്ധപ്പെട്ട പ്രകൃതിയുടെ പ്രൊട്ടക്ഷന് എതിരെയുള്ള ഒരു ന്യൂസാണ് ഇവിടെ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ 5ാമത്തെ ഹെഡ്ലൈനാണ് ഹൈദരാബാദ് മാൻ ഫൈൻഡ് ₹62,000 ഫോർ കട്ടിംഗ് ഓൾഡ് നീം ട്രീ വെർഡിക്ട് ഫ്രം സുപ്രീം കോർട്ട് ടു എൻഷുർ നേച്ചർ പ്രൊട്ടക്ഷൻ. ഇനി 41ാമത്തെ ചോദ്യം നോക്കുക. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് പ്രിവെൻറ്റഡ് ദ ഇന്ത്യൻ ടീം ഫോർ വിന്നിംഗ് ദ റീസെൻറ്റ് ക്രിക്കറ്റ് മാച്ച്? ഇന്ത്യൻ ടീമിനെ ഇവിടെ പരാജയപ്പെടാനുണ്ടായ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെഡ്ലൈൻ അല്ല, കാരണങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഹെഡിങ്ങിൽ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾ, ഒന്ന് ബാറ്റിംഗ് പ്രോബ്ലംസ് ആൻഡ് മിസ് ഫയറിംഗ് ബൗളേഴ്സ്, നോ ബോൾസ്, 3 കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫെയിലിയർ ഓഫ് ബാറ്റ്സ്മെൻ ആൻഡ് ബൗളേഴ്സ് ഇസ് ദ മെയിൻ റീസൺ ഫോർ ഇന്ത്യസ് ഫെയിലിയർ. 52ാമത്തെ ചോദ്യം ക്രൈംസ് റിലേറ്റഡ് ടു കമ്പ്യൂട്ടർ ആൻഡ് നെറ്റ്വർക്ക്സ് ആർ മെൻഷൻഡ് ഇൻ ഡാഷ് ഹെഡ്ലൈൻ. അപ്പോൾ ഈ കമ്പ്യൂട്ടർ നെറ്റ്വർക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ക്രൈമിനെ കുറിച്ച് പറയുന്ന ഹെഡ്ലൈൻ ഏതാണ്? അപ്പോൾ അതിൻ്റെ ആൻസർ 1ാമത്തെ ഹെഡ്ലൈനാണ് സൈബർ ഫ്രോഡ്സ് ന്യൂ ഹബ് ഫ്രം ഫിനാൻഷ്യൽ ഫ്രോഡ്സ് ടു ഫിഷിംഗ് അറ്റാക്സ് ആൻഡ് സോഷ്യൽ മീഡിയ സ്കാംസ്. 1ാമത്തെ ആ ഒരു ഹെഡിങ്ങാണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരിക. 43ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. കംപ്ലീറ്റ് ദ കോൺവെർസേഷൻ സ്യൂട്ടബിളി. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. മിസ്റ്റർ തോററ്റും സത്യജിത്ത് റായും തമ്മിലുള്ള ഒരു കോൺവെർസേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം. 1ാമത്തത് എ വരുന്നത് മിസ്റ്റർ തോററ്റ്, ഗുഡ് മോർണിംഗ് മിസ്റ്റർ റായ്. ഗുഡ് മോർണിംഗ്, യു ആർ മിസ്റ്റർ തോററ്റ് ഡാഷ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ അവിടെ ഒരു ക്വസ്റ്റ്യൻ ടാഗാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുക. ആറിൻറ്റ് യു? അപ്പോൾ മിസ്റ്റർ തോററ്റ് പറയാണ് യെസ്. അത് കഴിഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് അവിടെ വരുന്നത്. അതിന് റായ് പറഞ്ഞ മറുപടി ഐ വാണ്ട് എ ടൈഗർ ഫോർ ദ ഷൂട്ടിംഗ് ഓഫ് മൈ ഫിലിം. വാട്ട് ഡു യു വാണ്ട് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നമുക്കിവിടെ ചേർക്കാം. അടുത്തത് മിസ്റ്റർ തോററ്റ് ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് വീണ്ടും. അപ്പോൾ അതിന് മറുപടിയായിട്ട് സത്യജിത്ത് റായ് പറയുന്നത് ഐ നീഡ് ഇറ്റ് ഫോർ എ കപ്പിൾ ഓഫ് അവേഴ്സ്. അപ്പോൾ എത്ര നേരത്തേക്ക് വേണം എന്നുള്ള ഒരു ചോദ്യമാണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഒരു WH ക്വസ്റ്റ്യൻ ആണ് അവിടെ വരേണ്ടത്. അപ്പോൾ ഹൗ ലോങ് ഡു യു നീഡ് ദ ടൈഗർ? മിസ്റ്റർ തോററ്റ് ഓക്കെ ഐ വിൽ ബ്രിങ് ദ ടൈഗർ. ക്യാൻ യു മേക്ക് ദ ടൈഗർ ആക്ട്സ് ദ സീൻ? അടുത്തത് നോക്കുക, ഡി വരുന്നത് ഇഫ് ഐ ട്രെയിൻ ദ ടൈഗർ ഡാഷ്. അതൊരു ഇഫ് ക്ലോസ് ആണ്, ടൈപ്പ് 1 ആണ്. കാരണം ട്രെയിൻ എന്നുള്ളത് പ്രസൻറ്റ് ടെൻസിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമ്മൾ സബ്ജക്റ്റ് പ്ലസ് വിൽ ഷാൾ ക്യാൻ ഇതിലേതെങ്കിലും ഒരെണ്ണം പ്ലസ് V1 ആണ് ഉപയോഗിക്കേണ്ടത്. ഇഫ് ഐ ട്രെയിൻ ദ ടൈഗർ വിൽ ആക്ട് ദ സീൻ പെർഫെക്റ്റ്. എന്തെങ്കിലും ഒരു സെൻറ്റൻസ്, ഈ ഒരു സ്ട്രക്ചറിലുള്ള ഒരു സെൻറ്റൻസാണ് അവിടെ ഉപയോഗിക്കേണ്ടത്. ഹൗ വിൽ യു ബ്രിങ് ദ ടൈഗർ മിസ്റ്റർ തോററ്റ് ഡാഷ്. അവിടെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് വേണ്ടത്. ഐ വിൽ ബ്രിങ് ഇറ്റ് ഇൻ എ ലോറി. ഇനി നോക്കുക, തോററ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞു. അടുത്തത് റായ് ഒരു കാര്യം പറയാണ് യു ഹാഡ് ബെറ്റർ ഡാഷ്. അപ്പോൾ അവിടെ ഹാഡ് ബെറ്റർ ആണ്. അതിനുശേഷം V1 ഉപയോഗിക്കും. അപ്പോൾ ഹാഡ് ബെറ്റർ പ്ലസ് V1 ചേർത്തിട്ടുള്ള ഒരു സെൻറ്റൻസ് ഇവിടെ ഉപയോഗിക്കാം. യു ഹാഡ് ബെറ്റർ കീപ് ദ ടൈഗർ ഇൻ എ സ്ട്രോങ് കേജ്. 44ാമത്തെ ചോദ്യം റീപ്ലേസ് ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്സ്. അപ്പോൾ ഇവിടെ ഫ്രേസൽ വെർബുകൾ ഉപയോഗിച്ച് ഈ വാക്കുകൾ റീപ്ലേസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥം വരുന്ന വാക്കുകൾ നമ്മൾ കണ്ടുപിടിച്ച് ആ ഫ്രേസൽ വെർബ് ആ വാക്കിൻ്റെ സ്ഥാനത്ത് എഴുതുക. It was an April afternoon. The boy was sitting on the platform built on the banyan tree. അപ്പം built എന്ന അർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഇവിടെ സെറ്റപ്പ്. ഇനി that was the time he saw a mongoose and a cobra fight to death in the garden. He was shocked by. അപ്പം shocked എന്ന അർത്ഥമുള്ള ഫ്രേസൽ വെർബ് അത് ഇവിടെ taken aback. അടുത്തത് by what he saw afterwards he decided to maintain a safe distance and watch the scene silently. അപ്പോൾ കീപ്പ് ബാക്ക് എന്നുള്ള ഫ്രേസൽ വെർബ് അവിടെ ഉപയോഗിക്കുക. ഇനി അടുത്തത് കണ്ടിന്യൂഡ് എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് വെൻറ്റ് ഓൺ എന്നാണ്. അപ്പോൾ ഉത്തരങ്ങൾ ശ്രദ്ധിക്കുക. എ സെറ്റപ്പ്, ബി ടേക്കൺ എ ബാക്ക്, സി കീപ്പ് ബാക്ക്, ഡി വെൻറ്റ് ഓൺ.
45ാമത്തെ ചോദ്യം എഡിറ്റ് ചെയ്യാനുള്ള ചോദ്യമാണ്. ഓൺ ദ സെക്കൻഡ് ഡേ ഔട്ട് ഫ്രം ന്യൂയോർക്ക്. അപ്പോൾ ന്യൂയോർക്ക് എന്നുള്ളിടത്ത് ഇവിടെ മിസ്റ്റേക്ക് ക്യാപിറ്റലൈസേഷൻ പ്രശ്നമാണ്. ന്യൂയോർക്ക് ഒരു സ്ഥലത്തിൻ്റെ പേരാണ്, അതുകൊണ്ട് എന്നും വൈയും ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. വൈൽ മേക്കിംഗ് ദ റൗണ്ട് ഓഫ് ദ പ്രൊമനേറ്റ് ഡെക്ക് ഐ സഡൻലി ബിക്കെയിം അവെയർ ദാറ്റ് വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വെയർ വാച്ചിങ് മീ. അപ്പോൾ വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് എന്ന് പറയുമ്പോൾ അവിടെ സിംഗുലർ സബ്ജക്റ്റാണ്. വൺ ഓഫ് ദ പാസഞ്ചേഴ്സിൽ ഒരാളെന്നാണ്. അപ്പോൾ അവിടെ സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻ്റ് അനുസരിച്ച് വാസ് എന്നാണ് വരേണ്ടത്. വൺ ഓഫ് ദ പാസഞ്ചേഴ്സ് വാസ് വാച്ചിങ് മീ ക്ലോസ് എന്നല്ല അവിടെ വേണ്ടത്. അവിടെ ക്ലോസ്ലി എന്നുള്ള അഡ്വേർബാണ് വേണ്ടത്, ക്രിയാവിശേഷണമാണ് ഉപയോഗിക്കേണ്ടത്. ഫോളോവിങ് മീ വിത്ത് ഹിസ് ഗേസ് എവറി ടൈം ഐ പാസ് ഐ വാണ്ടഡ് ടു റെസ്റ്റ്. ടുവിന് ശേഷം നമ്മൾ റെസ്റ്റ് എന്നുള്ള ING ചേർക്കാത്ത ഫോമാണ് ഉപയോഗിക്കേണ്ടത്. V1 ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ടു റെസ്റ്റ്. ടു അവോയ്ഡ് ദ ടീഡിയം ഓഫ് കാഷ്വൽ ആൻഡ് ഇമ്പോർഷനേറ്റ് ഷിപ്ബോർഡ് കോൺടാക്ട്സ് ഐ ഗേവ് നോ സൈൻ ഓഫ് ഹാവിങ് നോട്ടീസ് ദ മാൻ. ഹാവിങ് എന്നുള്ളതിന് ശേഷം നോട്ടീസ്ഡ് എന്ന് വേണം. അപ്പോൾ ഇതിൻ്റെ A ന്യൂയോർക്ക് എന്നും വൈയും ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. B വാസ്. C ക്ലോസ്ലി. D റെസ്റ്റ്. E നോട്ടീസ്ഡ്.